ഹലോ എവരിവൺ, വെൽക്കം ടു മിഷൻ 200. മിഷൻ 200 അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ ഡോക്ടർ ഫാസ്ല ആൻഡ് എല്ലാവർക്കും അറിയണ്ടാവില്ലേ ഡോക്ടർ ജെകെനെ എന്താ ഇവിടെയുള്ള ഡോപ്പിലെ പെൺകുട്ടികളുടെ എല്ലാവരുടെയും എന്താണ് മെയിൻ ആളാണ്. എല്ലാവരുടെയും ഒന്നുമല്ല എന്നുള്ള സൗമ്യമായിട്ടുള്ള ചിരിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് എന്റെ നിഗമനം. ഓക്കെ, സോ എനിവേസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ആനിമൽ കിൻഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഫിസിക്സിന്റെ കാര്യം മൂപ്പര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ. ഏതായിരുന്നു? യെസ്, തുടങ്ങിയത് ഞാൻ തുടങ്ങിക്കോട്ടെ. യെസ്, വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആനിമൽ കിൻഡത്തിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളത് ആർക്കാണ്? പ്ലാറ്റി ഹെൽമിന്തിസ് ഒറ്റ ഓപ്പണിംഗ് ഉള്ളൂ അല്ലെ? യെസ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ഓപ്പണിംഗ് ഉണ്ടാണ്. സിമെട്രി അസിമെട്രിക്കൽ ആയിട്ടുള്ള സ്പോഞ്ചസ് ആണ്. റേഡിയൽ സിമെട്രിന്റെ ഉദാഹരണം ചോദിക്കും. സീലൻട്രേറ്റും ടീനോഫോറും എക്കിനോഡെർമേറ്റിയും ആണുള്ളത്. നമുക്ക് മീസോഗ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് നമ്മുടെ എക്ടോഡെർമിന്റെയും എൻറ്റോഡെർമിന്റെ ഒക്കെ ഇടയിൽ കാണുന്നത് നമ്മൾ സീലൻട്രേറ്റ്സിലൊക്കെ കേട്ടോ. ഇനി സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ആക്ച്വലി ഒരു ക്യാവിറ്റി ആണ്. എവിടെയാണ് കാണുന്നത്? ബോഡി വാളിനെ ഗട്ട് വാളിനെ. എന്താണ് പ്രത്യേകത? യെസ്, ദിസ് ഇസ് ആക്ച്വലി ലൈൻഡ് ബൈ മീസോഡെർം ആണ് 2 സ്ഥലങ്ങളിലുള്ളത്. അവിടെ സൂഡോസീലോമേറ്റ്സ് ആരിലാണ് കാണിക്കുന്നത് ചോദിക്കും. ആഷ് ഹെൽമന്തിസ് ആണ് കാണിക്കുന്നത്. ഇവിടെ മീസോഡെർം നമുക്ക് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണാറുള്ളത്. സെഗ്മെന്റേഷൻ മെറ്റാമറിസത്തില് എല്ലാ സെഗ്മെന്റിലും എന്താണ്? സീരിയൽ റെപ്പിറ്റേഷൻ ഓഫ് സം ഓർഗൻസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏർത്തുവമാണ്. ആൻഡ് നോട്ടോകോം മീസോഡെർമലി ഡിറൈവ്ഡ് ആണെന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബ്രോഡ് ലൈക്ക് ആയുള്ള സ്ട്രക്ചർ ആണെന്നുള്ളതും വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് ഫിസിക്സ്. So this is the first question like നമുക്ക് എടുക്കാം. ലോസ് മോഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A block of mass m is pulled along a horizontal frictionless surface by a rope of mass m. Okay. If a force P, അടുത്ത ഫോഴ്സ് എന്നാണ് P ആണ്, is applied at the free end of the rope. റോപ്പിന്റെ ഫ്രീ എൻഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. The force exerted by the rope on the block is. അപ്പോൾ നമ്മൾ ഈ റോപ്പ് ഈ ബ്ലോക്കിന്റെ മേലെ എക്സേർട്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ ബ്ലോക്കിന്റെ മേലെ എക്സേർട്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് ആണ് അറിയേണ്ടത്. യെസ്, അതെ. സോ നമ്മളൊരു പി എന്ന് പറയുന്ന ഫോഴ്സിൽ ഈ ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് വലിക്കുകയാണെങ്കിൽ ആ ഫുൾ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും ഡോക്ടർ ഫാസില? ആ ഫോഴ്സ് ബൈ മാസ് ആയിരിക്കും അല്ലേ? ആ ഫോഴ്സ് എന്ന് പറയുന്നത് പി ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? പി ആണ്, ആണല്ലോ. ഇവിടെ ടോട്ടൽ മാസ് എന്താണ്? m പ്ലസ് എം ആണ്. ആ ബ്ലോക്കിന്റെ മാസ് പ്ലസ് റോപ്പിന്റെ മാസ്. ഓക്കെ, അതായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ഇപ്പൊ നമ്മൾ കാറൊക്കെ പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ബാക്കിലേക്ക് ഒരു വലിവ് ഉണ്ടാവും അല്ലേ ഡോക്ടർ? അതിന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു വലിവ്, ഇനേഷ്യ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഇനേഷ്യ കാരണം ഉണ്ടാവുന്ന ആ വലിവിനെ, ഒരെണ്ണം ബാക്കിലേക്ക് ഒരെണ്ണം മുന്നിലേക്ക് ഉണ്ടാവുന്ന ആ വലിവിനെ ഒരു സ്യൂഡോ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഒരു ഫോഴ്സ് നമ്മളെ പിടിച്ച് വലിക്കുന്നതല്ല ശരിക്കും, അത് ഒരു സ്യൂഡോ ഫോഴ്സ് ആണ്. നമുക്ക് ഒരു ഇമാജിനറി ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ആ ഇനേഷ്യ കാരണം ഉണ്ടാവുന്ന ഒരു മൂവ്മെന്റിനെ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ അത് കാരണം നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ആക്സിലറേഷൻ പി ബൈ എം പ്ലസ് എം എന്ന് പറയുന്ന ആക്സിലറേഷനിൽ ഈ ഒരു സാധനത്തിന് സിസ്റ്റത്തിനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ഒരു ബ്ലോക്ക് എമ്മിന് പുറകിലേക്ക് ഒരു സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ സ്യൂഡോ ഫോഴ്സ് ബ്ലോക്ക് എമ്മിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഫോഴ്സ് ഈ റോപ്പിൽ ഒരു ടെൻഷൻ മൂലം വരണ്ടേ. ആ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് പി. അപ്പോൾ ഈ പി മൂലം റോപ്പിൽ ഉണ്ടാവുന്ന ടെൻഷൻ എന്തായിരിക്കണം? ഈ സ്യൂഡോ ഫോഴ്സിനോട് ഈക്വൽ ആയ മാത്രമല്ലേ ഈ ഒരു ബ്ലോക്കിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അതെ. അപ്പോ ഇതാണ് പുറകിലേക്ക് ഉണ്ടാവുന്ന സ്യൂഡോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? പി ബൈ എം പ്ലസ് എം ആണ്. സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും പുറകിലേക്ക് ഒരു ആക്സിലറേഷനും വരണമല്ലോ. പുറകിലേക്ക് ഒരു സ്യൂഡോ ഫോഴ്സ് വരുമ്പോൾ പുറകിലേക്ക് ഒരു സ്യൂഡോ ആക്സിലറേഷൻ വരണം. ആ സ്യൂഡോ ആക്സിലറേഷൻ ആണ് പി ബൈ എം പ്ലസ് എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് എന്തായിരിക്കും? ആ ബ്ലോക്കിന്റെ മാസ് ഇൻറ്റു പി ബൈ എം പ്ലസ് എം ആയിരിക്കും അല്ലേ? ആണ്. അപ്പൊ ബ്ലോക്കിനെ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് അത്രയുമാണ്. അപ്പൊ അത്രത്തോളം ഫോഴ്സ് ഈ ബ്ലോക്കിന്റെ മേലെ എക്സേർട്ട് ചെയ്താൽ മാത്രമേ ഈ ബ്ലോക്കിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആൻസർ എന്തായിരിക്കും? ആൻസർ പി ഇൻറ്റു എം ബൈ എം പ്ലസ് എം ആയിരിക്കും. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇനി നേരെ ഇങ്ങോട്ട് വന്നാലോ? അതെ, നമ്മുടെ ഫൈലം പോറിഫറയിൽ സ്പോഞ്ചസിന് ഉള്ളത് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ആണ്. ഇത് വെള്ളം എങ്ങനെ എൻറ്റർ ചെയ്യുന്നു? മൈന്യൂട്ട് പോസാല ഓസ്റ്റിയെ കൂടെ എൻറ്റർ ചെയ്തിട്ട് ഒരു സ്പോഞ്ചോസിൽ എന്ന് പറയുന്ന സെൻട്രൽ കനാലിലോട്ട് ക്യാവിറ്റിയിലോട്ട് എത്തിയിട്ട് ഓസ്കുലത്തിലൂടെയാണ് പുറത്തു പോകുന്നത്. ഇവർ കോളസെലിന്റെ മറ്റൊരു പേരെന്നാണ് കൊയാനോസൈറ്റ് ആണ്. എവിടേക്കാണ്? കാരണം സ്പോഞ്ചോസിലും കനാലിലും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിന് എക്സാമ്പിൾ ഇത്രേ ഉള്ളൂ. നേരെ ഫൈലം സിലിണ്ടറിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിഡോപ്ലാസ്റ്റിന്റെ എന്തൊക്കെയാണ് പർപ്പസ്? 1 ആങ്കറേജ്, 2 ഡിഫൻസ്, 3 പ്രേ ക്യാപ്ചർ
സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ കോറൽസിന്റെ സ്കെലറ്റൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. 2 ബേസിക് ബോഡി ഫോംസിന് പൊളിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മെഡൂസ ഉണ്ട് അല്ലെ. സോ പൊളിപ്പ് മെഡൂസ ഫോം ചെയ്യുന്ന അസെക്ഷലി ആണ്, മെഡൂസ പൊളിപ്പ് ഫോം ചെയ്യുന്നത് സെക്ഷലി ആണ്. ഉദാഹരണം ഒബീലിയ. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് എക്സാമ്പിൾസ് ഒക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ, ഫൈലം ടീനോഫോറിൽ കോമൺ ആയിട്ട് സീ വാൾനട്ട് കോംജെലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് 8 എക്സ്റ്റേണൽ റോ ആണ്, സീലിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലേറ്റ്സ് ആണ്. പിന്നെ യെസ്, കോംബോ വെറും നിങ്ങൾ നോക്കൂ, എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്, ആ ഒരു ആകൃതി ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. ഓക്കെ, പിന്നെ ബയോലുമിനസെൻസ് എന്നുള്ള പറഞ്ഞ പ്രോപ്പർട്ടിയിൽ അവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഫൈലം പ്ലാറ്റിഹെൽമിന്ഥസിൽ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള വേംസ് ആണ് പ്ലാറ്റ് വേംസ് പറഞ്ഞത്. ഇവർ ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷൻ സഹായിക്കുന്നത് ഫ്ലെയിം സെൽസ് ആണ്. ഹൈ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്നത് പ്ലെനറി ആണ്. ആൻഡ് വിത്ത് എക്സാമ്പിൾസ് ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈലം ആഷിഹെൽമിസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റൗണ്ട് വേംസ് ആണ്. അലിമെന്ററി കനാൽ കംപ്ലീറ്റ് ആണ്, ഒരു വെൽ ഇതായിട്ടുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മസ്കുലർ ഫാരിങ്സ് കാണുന്ന ഡൈഷസ്. ഇതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. മെയിൽസും ഫീമെയിൽസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അതുപോലെ അണ്ണലിടയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ മെറ്റാമറിക് സെഗ്മെന്റ്സ് കാണുന്നുണ്ട് അല്ലെ. നീരീസ് നമുക്ക് ലാറ്ററൽ അപ്പൻഡേജസ് ആയിട്ടുള്ള പാരാപോയിഡ് സ്വിമ്മിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നെഫ്രീഡേ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനുമാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നീരീസ് അക്വാട്ടിഫോം ഡൈഷ്യസ് ആകുമ്പോൾ എർത്ത് വർമും ലീച്ചസും മൊണീഷ്യസ് ആണെന്നാണ് പറഞ്ഞത്. വിത്ത് എക്സാമ്പിൾസ് ആർ ഇമ്പോർട്ടന്റ്. അടുത്തത് ഫൈനൽ ആർത്രോപോഡിൽ ഞാൻ പറയുന്നത് ഇവരുടെ ബോഡി ഹെഡ് തൊറാക്സ് ആൻഡ് അബ്ഡമൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോയിന്റ് അപ്പൻഡേജസ് ആണ്. ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷനുമായിട്ട് മാൽപിജൻ ട്യൂബിൾസ് ആണുള്ളത്. വിത്ത് എക്സാമ്പിൾസ്. ഫൈലം മൊളസ്കി ഞാൻ പറഞ്ഞത് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഹെഡ് അൺസെഗ്മെന്റഡ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹെഡ് മസ്കുലർ ഫോർഡ് വിസറൽ ഹമ്പ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫൈൻ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ആണ് മൗത്തിലുള്ളത്. ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിനെയാണ് റാഡുല എന്ന് പറഞ്ഞത്. വിത്ത് എക്സാമ്പിൾസ്. ആൻഡ് ഫൈലം എക്കിനോഡെർമേറ്റിൽ ഇവർക്ക് വാട്ടർ വാസ്ക്യുലർ സിസ്റ്റം ആണുള്ളത്. ലോക്കോമോഷനും ക്യാപ്ചറിനും ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനും റെസ്പിറേഷനും വേണ്ടിയിട്ടാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ഇവർക്കില്ല. അടുത്ത ഫൈലം ഹെമികോണ്ടേറ്റ വേം ലൈക്ക് ആണ്. ബോഡി സിലിണ്ട്രിക്കൽ ആണ്. ആന്റിയർ പ്രൊബോസിസ് ഉണ്ട്, കോളർ ഉണ്ട്, ട്രങ്ക് ഉണ്ട്. ആൻഡ് ഫൈലം കോഡേറ്റിന്റെ ആ 4 ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. ഇവർക്ക് നോട്ടോകോഡ് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ഡോസൽ ആണ്, ഹോളോ ആണ്, സിംഗിൾ ആണെന്ന് മാത്രമല്ല ഫാരിങ്സിന് പെർഫോറേറ്റഡ് ബൈ ഗിൽസ്ലിറ്റ്സ് ആണ്. ഹാർട്ട് വെൻട്രൽ ആണ്. പോസ്റ്റ് ഏനൽ ടെയിൽ പ്രസന്റ് ആണ്. ഈ 2 സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ യൂറോ കോഡേറ്റിൽ നോട്ടോകോഡ് എവിടെ മാത്രമേ കാണുള്ളൂ? ലാവൽ ടെയിൽ ആകുമ്പോൾ. സിഫാലോ കോഡേറ്റിൽ നമുക്ക് ഹെഡ് ടു ടെയിൽ ആയിട്ട് കാണാം. ആന്റിസ് പ്രസന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് എന്നാണ് പറയുന്നത്. സൈക്ലോസ്റ്റൊമേറ്റിൽ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഗിൽസ്ലിറ്റ്സ് 6 മുതൽ 15 പേഴ്സ് ഉണ്ട്. സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് ആണ്. വിത്തൗട്ട് ജോസ് ആണ് ഇവർക്കുള്ളത്. ഇനി നമുക്ക് ഫിസിക്സിലോട്ട് കടക്കാം. രണ്ടാമത്തെ കഴിഞ്ഞേ ഡോക്ടർ ഫാസിലെ ഇവിടെ ശ്വാസം മുട്ടിച്ചാവും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഡോക്ടർ ഫാസിനെ കാണില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബട്ട് കാണട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെറും 3 മിനിറ്റിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസസ് ഞാൻ പറയാം ഡോക്ടർ ഫാസില. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 blocks of masses m1, m2 and m3 are connected, okay, using a string and a force of 40 Newton. 40 Newton നമ്മളെ മാസ് m1 ൽ എക്സേർട്ട് ചെയ്യുകയാണ്. And pulls the system, then calculate the value of T. അതായത് ഈ ടെൻഷൻ T in between mass m1 and m2. ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ആ ടെൻഷൻ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ മറ്റേ സ്യൂഡോ ഫോഴ്സിന്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ആക്സിലറേഷൻ നമുക്ക് ആദ്യം കണ്ടെത്തണം. ഓക്കെ, ഈ സിസ്റ്റത്തിന് മൊത്തം ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? ആ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആയി. ഫോഴ്സ് എന്താണ്? 40 ന്യൂട്ടൺ ആണ്. ബൈ ടോട്ടൽ മാസ് എന്താണ്? m1 plus m2 plus m3 ആണ്. m1 plus m2 plus m3 എന്താണ്? 10 plus 6 plus 4 ആണ്. അതായത് എന്താ? 20 ആണ്. ഫിസിക്കലി 2 meter per second square ആണ് എന്ത്? ഇവിടത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ 2 meter per second square ആണെങ്കിൽ ഈ ഒരു 2 ബ്ലോക്കിന് ഈ 2 meter per second square എന്ന് പറയുന്ന സ്യൂഡോ ആക്സിലറേഷൻ പുറകിലേക്കും വരില്ലേ? അത് ഞാൻ പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബാക്കിലേക്ക് പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവും. ഈ 6 kilogramനും 4 kilogramനും ഉണ്ടാവില്ലേ? അപ്പോൾ സ്യൂഡോ ആക്സിലറേഷൻ 2 meter per second square ബാക്കിലേക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ ആക്സിലറേഷൻ ഇതാണെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എത്രയായിരിക്കും? അവരുടെ ടോട്ടൽ മാസ് ഇൻറ്റു നമ്മൾക്ക് ഇവരുടെ ഇടയിലുള്ള ഈ ടെൻഷൻ അല്ലേ, m1 m2 ഇടയിലുള്ള ടെൻഷനാണ് കണ്ടെത്തേണ്ടത്. സോ ആ ടെൻഷൻ ഉണ്ടാക്കാൻ കാരണക്കാരൊക്കെയാണ് 6 kilogram 4 kilogram ആണ്. അതുകൊണ്ടാണ് ഞാൻ 6 kilogramനെയും 4 kilogramനെയും ആസ് എ ബോൾ ഒരു സിസ്റ്റം ആയിട്ട് എടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവര് 6 kilogram 4 kilogram എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് എന്തായിരിക്കും? സ്യൂഡോ ആക്സിലറേഷൻ 2 meter per second square ആണെങ്കിൽ സ്യൂഡോ ഫോഴ്സ് ഇസിക്കൽ ടു എന്താണ്? ഇവിടുത്തെ ടോട്ടൽ മാസ് എന്താ? 6 plus 4 ഇസിക്കൽ ടു 10 ആണ്. 10 ഇൻറ്റു എന്താ? ആക്സിലറേഷൻ 2 ഇസിക്കൽ ടു എന്താണ്? 20 ന്യൂട്ടൺ ആയിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്യൂഡോ
ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാല്യൂ ഓഫ് ടെൻഷൻ ടി. അപ്പൊ സ്യൂഡോ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ, സ്യൂഡോ ഫോഴ്സ് ബാക്കിലേക്ക് ഉണ്ടാവുന്നു, അതിനെ ബാലൻസ് ചെയ്യാനുള്ള ബാലൻസ് ചെയ്യുന്ന ടെൻഷൻ ഈ സ്ട്രിങ്ങിൽ ഉണ്ടായാൽ മാത്രമല്ല അവരെ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ടെൻഷൻ എന്തായിരിക്കും ഡോക്ടർ ഫാസില? അത് 20 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ? യെസ്. അപ്പൊ ആൻസർ എന്താണ്? ബി, 20 ന്യൂട്ടൺ. ഈസി. യെസ്. നാനാ? യെസ് ഡോക്ടർ ഫാസില. ഫൈൻ. സോ ക്ലാസ് കോൺട്രിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ നോട്ടോകോഡ് പേഴ്സിസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല ഇവർ പ്ലെക്കോയിഡ് സ്കെയിൽസ് ആണുള്ളത്. പിന്നെ ഈ ഇലക്ട്രിക് ഓർഗൻ ടോർപിഡോയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോയിസണസ് റിംഗ് ആയിട്ട് ട്രൈഗൺ, അതുപോലെ ഇവർ പോയിക്കിലോ തേർമസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. വിത്ത് എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് ഓസ്റ്റിഡിക്സിൽ ഓപ്പർക്കിലും നമുക്ക് ഇരു ഭാഗങ്ങളിലും കാണുന്നുണ്ട്. എയർ ബ്ലാഡറും ഇവരിൽ കാണുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ. പിന്നെ ഫ്ലൈയിങ് ഫിഷ് ഏതാന്ന് ചോദിക്കും, എക്സോസീറ്റസ് ആണ് വരുന്നത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ആംഫിബിയാണ് വരുന്നത്. ഹെഡും ട്രങ്കും ഉണ്ട്. ഒരു ടിംപാൻ ഇവർക്ക് കാണുന്നുണ്ട്. പുറത്തോട്ട് തുറന്നു കിടക്കുന്നുണ്ട്. വിത്ത് എക്സാമ്പിൾസ് റെപ്റ്റൈൽസ് നോക്കിക്കഴിഞ്ഞാൽ 4 ചേമ്പർ ക്രോക്കഡൈൽസ് കാണുന്നുണ്ട്. ടിംപാൻ ഈസ് ആക്ച്വലി റെപ്രസെന്റ് ദ ഇയർ. ഇയറിനെ റെപ്രസെന്റ് പുറത്തോട്ടായിട്ട് അവർക്ക് നമ്മളെ പോലെ പിന്നേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലോട്ടായിട്ട് ഒരു സ്ട്രക്ചർ പാട മാത്രമാണുള്ളത്. ഒരു ടിംപാൻ എന്നാണ് പറയുന്നത് കേട്ടോ. ശരി, നമുക്കുള്ളത് റെപ്റ്റൈൽസ് ആണ്. അവർക്ക് 4 ചേമ്പർ ആയിട്ടുള്ള ഹാർട്ട് കാണുന്നത് ക്രോക്കഡൈൽസിലാണ്. പോയിസണസ് സ്നേക്സ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. നെജ, ബഞ്ചാരസ് ആൻഡ് വൈപ്പറയാണ്. ആൻഡ് എയ്വ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമാറ്റിക് ആണ്. ഫുള്ളി ഓസിഫൈഡ് ആയിട്ടുള്ള ബോൺ, എയർ കാവിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹോമിയോ തേർമസ് ആണ്, അതിനർത്ഥം വാം ബ്ലഡ് ആണ് അല്ലേ. അവർക്ക് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് വിത്ത് എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ക്ലാസ് മെമ്മറിയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യത ഞാൻ കാണുന്നത് ഈ ഒരു ഓർണിത്തോറിങ്കസ് പ്ലാറ്റിപ്പസ്, ഓവി പാരസൈറ്റുള്ള മാമൽ ഏതാന്ന് ചോദിക്കും, ഓർണിത്തോറിങ്കസ് പ്ലാറ്റിപ്പസ് ആണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്താലോ? യെസ്, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, നമുക്ക് നോക്കാം. മാച്ച് ലിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ടീനിയ, അതേപോലെ പാരമീസിയം, പെരിപ്ലാനറ്റ, ഫെററ്റിമ, നെഫ്രീഡിയ, കോൺട്രാക്റ്റൽ വാക്ക്, ഫ്ലെയിംസെൽ, യൂറിക്കോസിൽ ഗ്ലാൻഡ് ആണ്. യൂറിക്കോസ് ഗ്ലാൻഡ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ടീനിയ എന്ന് പറഞ്ഞാൽ ഫ്ലെയിംസെൽ ഉണ്ട്, പാരമീസിയം, കോൺട്രാക്റ്റൽ വാക്യൂള്, പെരിപ്ലാനറ്റ, യൂറിക്കോസ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ ഫെററ്റിമ, നെഫ്രീഡിയ. ഓപ്ഷൻ 4 അല്ലേ ആൻസർ വരിക. അടുത്ത ചോദ്യം നോക്കിയേ. റേഡിയൽ സിമെട്രി ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ദ അഡൽട്ട് ഓഫ് ഫൈൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആരിലാണ് കാണാത്തത്? ആൻസർ സെമി കോഡേറ്റ. അതുപോലെ തന്നെ ചിലത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയട്ടെ. നമ്മുടെ എക്കിനോഡെർമറ്റിൽ കറക്റ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ടോ. ലാവിൽ ബൈലാറ്ററൽ സിമെട്രി, അഡൽറ്റിൽ റേഡിയൽ സിമെട്രി ആണ് കാണിക്കാറുള്ളത് കേട്ടോ. ആൻഡ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കോഡേറ്റ് ആണ് പറയുന്നത്. പ്രസൻസ് ഓഫ് മിഡ് ഡോസസ് സോഡ് ആൻഡ് ഡബിൾ നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം, പ്രസൻസ് ഓഫ് പെയർഡ് ഫാൻജിഗിൾസ്, പ്രസൻസ് ഓഫ് ഡോസൽ ഹാർട്ട്, ട്രിപ്ലോബാസിസ്, സൂഡോസീലോമറ്റ് ആനിമൽസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് വരുന്നത്? ബിയും സിയും മാത്രമാണ് അല്ലേ. നോക്കൂ നിങ്ങൾ, ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, പെയർഡ് ഫാൻജിഗിൾസ് ഉണ്ട് അല്ലേ. യെസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദ യൂണിക് മെമ്മേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർക്ക് ഹെയർ ഉണ്ട്, പിന്നുണ്ട്, മാമറി ഗ്ലാൻഡ്സ് ഉണ്ട്. ഇനി നമുക്ക് ഫിസിക്സിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്സിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി ഫിഗർ ഗിവൺ ബിലോ ഇഫ് ഓൾ ദി സർഫേസ് ആർ അസ്യൂംഡ് ടു ബി സ്മൂത്ത്. അതായത് ഈ സർഫേസ് എല്ലാം സ്മൂത്ത് ആണ്, ഇത് സ്മൂത്ത് ആണ്, ഇത് സ്മൂത്ത് ആണ്, അതായത് ഈ സർഫസ് സ്മൂത്ത് ആണ്, ഇതിൻ്റെ ഇടയിലുള്ള ഈ സർഫസ് സ്മൂത്ത് ആണ്, ഈ സർഫസ് സ്മൂത്ത് ആണ്, എല്ലാ സർഫസും സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഫോഴ്സ് 100 ന്യൂട്ടൺ നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ദി ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക് ബി ഈസ് 20, ബ്ലോക്ക് ബി ഓഫ് മാസ് 20 kg ഈസ് എന്താ? എ എന്ന് പറയുന്ന ആക്സലറേഷനിലെ ഈ മാസ് ബി മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, എ എന്ന് പറയുന്ന ആക്സലറേഷനിലെ. ആൻഡ് ടെൻഷൻ ദി സ്ട്രിങ് കണക്റ്റിംഗ് ദി ബ്ലോക്ക് എ ഓഫ് മാസ് 20 kg ഈസ് ടി. അതായത് ഈ ഒരു സ്ട്രിങ് ആണ്, ഈ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ടെൻഷൻ, ഈ ഒരു മൂവ്മെന്റ് ആണ്. ഈ ബ്ലോക്ക് ബീനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന സ്ട്രിങ് ഈ വാളിനോട് കണക്റ്റഡ് ആണല്ലോ. ബീന്റെ മേലെയാണ് എ വെച്ചിട്ടുള്ളത്. അപ്പൊ ബീനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടായേക്കാം, മേ ബി ഉണ്ടായേക്കാം, അത് നമുക്ക് കണ്ടെത്താം, ഉണ്ടായേക്കാം. ആ ഒരു ടെൻഷൻ ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ജസ്റ്റ് ആഫ്റ്റർ വെൻ ദി ഫോഴ്സ് എഫ് ഈസ് അപ്ലൈഡ്. അപ്പൊ എഫ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനാണ് അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ടെൻഷനും ഇവിടുത്തെ ആക്സലറേഷനും കണ്ടെത്താനായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെൻഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സർഫസും സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ദി പോയിന്റ്. എല്ലാ സർഫസും എന്താണ്? സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സർഫസ് സ്മൂത്ത് ആണ്, അപ്പൊ ഈ സർഫസിൽ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ആൻഡ് ഈ സർഫസും സ്മൂത്ത് ആണ്, അപ്പൊ ഈ സർഫസിൽ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ ഒരു സർഫസിലും ഫ്രിക്ഷൻ ഇല്ല. അപ്പൊ ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ ബിയുടെയും എയുടെയും ഇടയിൽ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? എ മൂവ് ചെയ്യോ ബിയുടെ ഒപ്പം? ഇല്ല, മൂവ് ചെയ്യില്ല. ചെയ്യാത്ത എ മൂവ് ചെയ്യാത്ത എനെ നമ്മളെന്താ ഒരു വാളിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവ് ചെയ്യാത്ത എ കാരണം ആ കയറിൽ ഓർ ആ സ്ട്രിങ്ങിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവോ ഡോക്ടർ ഫാസില? ഇല്ല, ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പൊ ടി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഫ്രിക്ഷൻ 0 ആണ്. ഫ്രിക്ഷൻ 0 ആണ്. അപ്പൊ ഫ്രിക്ഷൻ ഇതിന്റെയും ഇടയിലുള്ള ഈ എയുടെയും ബിയുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ 0 ആയതുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ ഈ എയും ബിയുടെ ഒപ്പം പോരൂല.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടെൻഷൻ എന്തായിരിക്കും, ഈ സ്ട്രിങ്ങിലത്തെ ടെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സിമ്പിൾ. നമ്മൾ വളരെ കോംപ്ലക്സ് ആയി ചിന്തിപ്പിക്കാനായിട്ടാണ് ഈ ഫിഗർ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആണ്. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ ടി 0 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ കണ്ടെത്താൻ സിമ്പിൾ ആണ്. ഈ ബിയുടെ ആക്സലറേഷൻ മാത്രം കണ്ടെത്തിയ പോലെ അല്ലേ ഡോക്ടർ ഫാസില? ബിയുടെ ആക്സലറേഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് സിമ്പിൾ. അപ്പോ ഫോഴ്സ് എന്താണ്? 100 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ബൈ എന്താണ് അതിന്റെ മാസ്? ബിയുടെ മാസ് എത്രയാണ്? 20 ആണ് അല്ലേ? അപ്പൊ എത്ര കിട്ടും നമുക്ക്? 5 m/s² കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? ടെൻഷൻ, സ്ട്രിങ്ങിലത്തെ ടെൻഷൻ 0 ആണ്, ആക്സലറേഷൻ എന്താണ്? 5 m/s² ആണ്. So that's solved with the third question. ഇനി ഡോക്ടർ ഫാസില ബയോളജി ഡൺ. ഇനി നമ്മൾ പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ഫൈസേലിയ, ലിമുലസ്, ആൻസൈക്ലോസ്റ്റോമ, പിങ്ക്ടല, ഇവിടെ പേർളൈസർ, പോർച്ചുഗീസ് മാനഫ, ലിവിംഗ് ഫോസിൽ, ഹൂക്കുക. കറക്റ്റ് ആൻസർ ആണ് താഴെ കൊടുത്തുള്ള ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞുള്ളത്. ആൻസർ എന്താണ് വരിക? ഫൈസേലിയ, പോർച്ചുഗീസ് മാനുഫാർ, ലിമുലസ്, ലിവിംഗ് ഫോസിൽ, ആൻസൈക്ലോസ്റ്റോമ, ഹൂക്വം, പിങ്ക്ടല, പേർളൈസർ. ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ബെയർ ഹോളോ ആൻഡ് ന്യൂമാറ്റിക് ലോങ് ബോൺസ്? മാക്രോപസ്, ഓർണിത്തോറിംഗോൺ, നിയോഫ്രോൺ, അതുപോലെ ഹെമിഡാക്ടിലസ് ബേർഡ്സ് അല്ലേ? സോ ഓപ്ഷൻ 3 അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ. വിച്ച് ദ ഫോളോയിങ് ഓപ്ഷൻസ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫൈലം? അണ്ണല്ലിട്ട ഏതാടാ? ഞാൻ പറയുന്നു ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഞാൻ അങ്ങനെ കുട്ടികളെ പറയാ അണ്ണൻ. അപ്പൊ അന്നലീഡ. യെസ്, മെറ്റാമറിക് സെഗ്മെന്റേഷൻസ് ഒക്കെ കാണിക്കുന്നത്. ട്രിപ്പിൾ പ്ലാസ്റ്റിക് സെഗ്മെന്റഡ് ബോഡി, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഓപ്ഷൻ 2 ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ രീതിയിൽ എക്സാമിന് 2 to 3 ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ നമുക്ക് ഫിസിക്സിലോട്ട് കിടക്കാം. സോ ഫിസിക്സിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബ്ലോക്ക് ഓഫ് മാസ് എം, അതായത് ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് കെപ്റ്റ് ഓൺ എ മൂവിംഗ് ബ്ലോക്ക് ഓഫ് മാസ് എം. മാസ് ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്റർ എം ആണ്, ഒരെണ്ണം സ്മോൾ ലെറ്റർ എം ആണ്. അപ്പോൾ മൂവിംഗ് ബ്ലോക്ക് ഓഫ് മാസ് എമ്മിന്റെ മേലെ ഒരു ചെറിയ ബ്ലോക്ക് മാസ് എമ്മിനെ വെച്ചിരിക്കുകയാണ്. സച്ച് എ വേ ദാറ്റ് എം മൂവ്സ് ബട്ട് എം റിമെയിൻസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എം. ഈ എമ്മിനെ പിടിച്ച് വലിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എം എന്താണ്? ദിസ് മാസ് എം ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ? കാരണം എന്താണ്? ഇവിടെ മാസ് എമ്മിന്റെ മേലെ നിന്ന് ഞാൻ ഇപ്പൊ നിന്ന് നോക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു മാസ് എം ഓർ വിത്ത് റെസ്പെക്ട് ടു മീ, ഈ സാധനം എന്താണ്? റെസ്റ്റിലാണ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു മാസ് എം നമ്മൾ ഈ മാസ് ചെറിയ മാസ് എമ്മിനെ നോക്കുമ്പോൾ അറ്റ് റെസ്റ്റിലാണ് ആണല്ലോ? ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. മൊമെന്റം ഓഫ് മാസ് എം മസ്റ്റ് നോട്ട് ബി 0 ഇൻ എനി ഫ്രെയിം. അത് ശരിയാണോ? മസ്റ്റ് നോട്ട് ബി 0 എന്ന് പറയുന്നത് ശരിയാണോ? വിത്ത് റെസ്പെക്ട് ടു മാസ്, ഈ വലിയ മാസ് എമ്മിനെ റെസ്പെക്ട് ചെയ്ത് നമുക്ക് ഈ മാസ് എം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? ഈ മാസം റെസ്റ്റിലല്ലേ? ഈ സ്മോൾ മാസം റെസ്റ്റിലല്ലേ? ആണ്. അപ്പൊ ഈ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ, ഈ മാസ് എമ്മിന്റെ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ആ മാസ്, ഈ സ്മോൾ മാസ് എം എന്താണ്? റെസ്റ്റിലാണ്. അപ്പൊ അതിനൊരു മൊമെന്റം ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഈ വലിയ മാസ് എമ്മിന്റെ ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു മാസ് എം നോക്കുമ്പോൾ, വലിയ മാസ് എം നോക്കുമ്പോൾ ആ ചെറിയ മാസ് എം എന്താണ്? റെസ്റ്റിലാണ്. അപ്പോൾ അതിനൊരു 0 മൊമെന്റ് ഉണ്ടല്ലോ ഒരു ഫ്രെയിമില്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റല്ലേ? മൊമെന്റ് ഓഫ് മാസ് എം മസ്റ്റ് നോട്ട് ബി 0 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. കൈനറ്റിക് എനർജി ഓഫ് മാസ് എം മസ്റ്റ് നോട്ട് ബി 0 ഇൻ എനി ഫ്രെയിം. ഇപ്പൊ വിത്ത് റെസ്പെക്ട് ടു മാസ്, വലിയ മാസ് എം നോക്കുമ്പോൾ ഈ ചെറിയ മാസ് എം റെസ്റ്റിലല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദിസ് മാസ്, വലിയ മാസ് എമ്മിന്റെ ഫ്രെയിമിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ചെറിയ മാസ് എമ്മിന്റെ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ് അല്ലേ? ഓക്കെ. ഇനി കൈനറ്റിക് എനർജി മൊമെന്റം മേ ബി 0 ഇൻ എ ഫ്രെയിം. കൈനറ്റിക് എനർജി മൊമെന്റം മേ ബി 0 ഇൻ എ ഫ്രെയിം. അത് ശരിയല്ലേ? വിത്ത് റെസ്പെക്ട് ടു വലിയ മാസ് എം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓർ ഞാൻ പറയുകയാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ വലിയ മാസ് എമ്മിന്റെ മേലിൽ നിന്ന് ഞാൻ ഈ സാധനത്തിനെ നോക്കുകയാണെങ്കിൽ ഈ സാധനം റെസ്റ്റിലല്ലേ? കാരണം അതിന്റെ മേലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ റെസ്റ്റിലായ സാധനത്തിന് കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജി 0 ആണ് വിത്ത് റെസ്പെക്ട് ടു മാസ് എം നമ്മൾ നോക്കുകയാണെങ്കിൽ. ആൻഡ് അറ്റ് സെയിം ടൈം മൊമെന്റോ എന്താണ്? 0 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്താണ്? 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു 1 ഫ്രെയിം മൊമെന്റോ കൈനറ്റിക് എനർജിയും 0 ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ബയോളജിയിലേക്ക് കിടക്കാം. എന്നിട്ട് നമുക്ക് കഴിഞ്ഞു. വാട്ട് സർപ്രൈസ്. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ബയോളജി ആണ് സത്യം പറഞ്ഞാൽ മാക്സിമം ടൈം കൊണ്ടുപോകുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അല്ലേ ഡോക്ടർ ഫാസില? I took nearly 7 minutes and 30 seconds. ഓ ഓക്കെ. ബട്ട് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പൊ തന്നെ വരും. A block of mass m is slipping through a rough inclined plane with a constant speed. ഒരു rough inclined പ്ലെയിനിൽ കൂടെ മാസ് എം, അതായത് മാസ് എം ഈ സ്ലിപ്പിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് വെലോസിറ്റി എന്താണ്? അതായത് സ്പീഡ്, വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആവുന്നു ചോദിച്ചാൽ എന്താണ്? ആക്സിലറേഷൻ എന്താണ് ഡോക്ടർ ഫാസിൽ? അവിടെ 0 ആണ്. കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഇല്ല.
അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. കാരണം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അറിഞ്ഞൂടെ ഡോക്ടർ ഫാസില? നമ്മൾ നെറ്റ് ഇടുമ്പോൾ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു? ആ നെറ്റ് ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് ഓക്കെ, അപ്പോൾ ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയാൽ മാത്രമേ ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ഓക്കെ, അത് കാരണം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെ അതിന്റെ അകത്ത് പറയുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. എനി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ്. റെസ്റ്റൻ ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ, കാരണം ഇത് അടിയിലേക്ക് വരണമല്ലോ. അടിയിലേക്ക് വരണമെങ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടാണല്ലോ ഇത് അടിയിലേക്ക് വരേണ്ടത്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്താ? ഫോഴ്സ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എന്താണ്? അടിയിലേക്ക് mg വെക്ടർ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു mgയുടെ ഒരു കമ്പോണന്റ്, അതായത് mg വെക്ടർ എന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. mg വെക്ടർ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങടോ അതിനെ ഓപ്പോസ് ചെയ്തോണ്ടോ നമ്മളെ ഫ്രിക്ഷൻ വെക്ടർ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഫ്രിക്ഷൻ വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പ്ലെയിന്റെയും ഈ ഒരു ബ്ലോക്കിന്റെയും ഇടയിലുള്ള ഫോഴ്സ് ആണ് ഫോഴ്സ് വെക്ടർ ഓൺ ദി ബ്ലോക്ക് ബൈ ദി പ്ലെയിൻ. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എക്സ്റ്റേണൽ കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എന്താണ്? mg വെക്ടർ. കാരണം അടിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദിസ് മീൻസ് mg വെക്ടർ ഇസ് ഗ്രേറ്റർ ദാൻ ഫ്രിക്ഷൻ ഫോഴ്സ് വെക്ടർ അല്ലേ? ആണ്. മൈനസ് mg വെക്ടർ മൈനസ് എഫ് വെക്ടർ എന്ന് എഴുതാം. കാരണം mg വെക്ടറിൽ നിന്ന് എഫ് വെക്ടർ കുറയ്ക്കുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഇത് സാധനം അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഫ് എക്സ്റ്റേണൽ നമുക്ക് എന്ത് കിട്ടി? 0 ആണെന്ന് കിട്ടി. കാരണം എന്താ? ആക്സലറേറ്റ് ചെയ്യുന്നില്ല ബോഡി അല്ലേ? അപ്പോൾ 0 കിട്ടി. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് mg വെക്ടർ ഈസ് minus f vector is equal to 0, which implies that mg vector is equal to f vector. So അവരുടെ ഇടയിലുള്ള ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ബ്ലോക്ക് ബൈ ദി പ്ലെയിൻ. ബ്ലോക്ക് ബൈ ദി പ്ലെയിൻ എന്താണ്? പ്ലെയിൻ എന്തായിരിക്കും? ബ്ലോക്ക് ബൈ ദി പ്ലെയിൻ ഫ്രിക്ഷൻ ഫോഴ്സ് വെക്ടർ നമുക്ക് എഫ് ബ്ലോക്ക് ബൈ ദി പ്ലെയിൻ ഇങ്ങനെയും എഴുതാട്ടോ. എഫ് ബി പി എന്നായാലും എഴുതാം. ഓക്കെ, ഇനി ഫ്രിക്ഷൻ ഫോഴ്സ് വെക്ടർ എന്താ കിട്ടിയത്? നമുക്ക് mg വെക്ടറിനോട് ഈക്വൽ ആണെന്ന് കിട്ടിയാലോ. അപ്പൊ അവരുടെ ഇടയിലുള്ള ബ്ലോക്കിന്റെയും പ്ലെയിന്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ mg വെക്ടറിനോട് ഈക്വൽ ആണെന്ന് കിട്ടിയാലോ. അപ്പൊ ആൻസർ എന്തായിരിക്കും? mg വെക്ടർ ആയിരിക്കും. യെസ്. സോ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന എത്ര ശതമാനം നിങ്ങൾക്ക് ഒരു ഇത് വരുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് ഉള്ള ആൾക്കാർ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മള് അടുത്ത ചാപ്റ്റർ ആയിട്ട് കിഡ്ലം പ്രഡിക്ഷൻസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ വരുന്നതായിരിക്കും. ഏത് ചാപ്റ്റർ ആയിരിക്കും അടുത്തത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അടുത്തത് വർക്ക് എനർജി പവർ ആയിരിക്കും. ഞാൻ വരുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ടായിരിക്കും കേട്ടോ. സോ യാ, till the next time we meet, bye bye. so bye.